ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള കേരള സാരി ചുരുങ്ങിയ ചെലവ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ പെൻസിൽ ഉപയോഗിച്ചിട്ട് സാരിയുടെ താഴെ ഭാഗത്തായിട്ട് ഡിസൈൻ മാർക്ക് ചെയ്യാണ്. നിങ്ങൾ പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഡിസൈൻസ് കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് ഒരു ഫ്ലവർ ആണ് വരയ്ക്കുന്നത്. നിങ്ങൾ ഒട്ടും വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇമേജ് പ്രിന്റ് എടുത്തിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് കോപ്പി ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രെയിം ഉണ്ടെങ്കിൽ ഫ്രെയിം ഇട്ടിട്ട് ചെയ്യാം. ഫ്രെയിം ഇട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫ്രെയിം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിൽ ഫാബ്രിക് പെയിന്റ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആക്രിലിക് പെയിന്റ് എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു ബോട്ടിലിന് 25 റുപ്പീസ് ആണ് വരുന്നത്. ഞാൻ 3 കളറിലുള്ള ആക്രിലിക് പെയിന്റ് ആണ് എടുത്തിട്ടുള്ളത്. മെറ്റീരിയലിന്റെ അടിയിൽ ഇതുപോലൊരു പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ പെയിന്റ് ചെയ്യേണ്ടത്. എന്റെ കയ്യിൽ ഇതുപോലൊരു ഫ്ലാറ്റ് ബ്രഷും ഒരു റൗണ്ട് ബ്രഷും ആണ് ഉള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് 13ന്റെയും 14ന്റെയും ഉള്ളിലായിട്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ബ്രഷ് വാങ്ങിച്ചാൽ മതി. പെയിന്റ് ചെയ്യാൻ തുടങ്ങാം. ബ്രഷിൽ പെയിന്റ് എടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ സൈഡിലായി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പിക്ചറിന്റെ ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ പെയിന്റ് ആയി കൊടുക്കാം. ഇതിന് പെയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സൈഡിലും ഒരേ തിക്നെസ്സിലാണ് കേട്ടോ പെയിന്റ് ചെയ്യേണ്ടത്. അടുത്തൊരു കളർ നമ്മൾ എടുക്കുന്ന സമയത്ത് ബ്രഷ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് തുണി വെച്ച് ഒപ്പിയെടുത്തിട്ടാണ് അടുത്ത കളർ എടുക്കേണ്ടത്. അങ്ങനെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് 3D ആക്രിലിക് ഔട്ട്ലൈനർ ആണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആക്രിലിക് പെയിന്റ് വെച്ചിട്ട് കോൺ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അതിന് ചെക്ക് ചെയ്ത് നോക്കോളൂ. എന്റെ കയ്യിലുള്ളത് ആന്റി ഗോൾഡ് കളർ ആയതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാത്തത്. എന്റെ അടുത്ത് ആക്രിലിക് ലൈനർ ഇല്ലായിരുന്നു. ഞാൻ ഇതിന്റെ പിക്ചർ ഇവിടെ കാണിക്കാം. ഇതിനൊരു 13 14 ഉള്ളിലായിട്ടാണ് റേറ്റ് വരുന്നത്. എന്റെ കയ്യിലുള്ളത് ഒരു ഗ്ലാസ് ലൈനർ ആണ്. ജസ്റ്റ് സംഭവം എല്ലാം ഏകദേശം ഒരേപോലെയാണ്. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇവിടെ ലൈൻ വരയുന്നത് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ആക്രിലിക് ഔട്ട്ലൈനർ തന്നെ വാങ്ങിക്കണം. പല കളേഴ്സിലും നമുക്ക് ഔട്ട്ലൈനർ അവൈലബിൾ ആണ്. ഞാൻ സാരിയുടെ ബോർഡർ ഗോൾഡൻ ആയതുകൊണ്ട് ഗോൾഡൻ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അങ്ങനെ ഞാൻ ഔട്ട്ലൈൻ ചെയ്തെത്തിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 5 to 6 hours എങ്കിലും വെക്കണം. ഞാനിപ്പോ ഇത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് സാരിയുടെ സെയിം ക്യാപ്പ് വിട്ടിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് മെഷീൻ വാഷ് ചെയ്യരുത്. പിന്നെ കുറെ സമയം സോപ്പിൽ മുക്കി വെക്കാനും പാടില്ല. അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ ഈ പെയിന്റ് ഇളകി പോകുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വിശ്വസിക്കുന്നു. നിങ്ങളും ഈ ഓണത്തിന് ഇതുപോലെ സെൽഫ് പെയിന്റഡ് ആയിട്ടുള്ള കേരള സാരികൾ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.